ആപ്പിൾ വേഴ്സസ് സാംസങ് ലോകത്തിലെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ വാർ. ആപ്പിൾ 2007 ഐഫോൺ ലോഞ്ച് ചെയ്ത് സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി ഒരു മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്ത് നിൽക്കുമ്പോഴാണ് 2009 സാംസങ് സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നതും 5 മില്യൺ ഗാലക്സി ഡിവൈസുകൾ സെയിൽ ചെയ്യുന്നതും ആപ്പിളിന്റെ 24 ബില്യൺ റവന്യൂവിനെ ചലഞ്ച് ചെയ്ത് 110 ബില്യൺ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതും സാംസങ്ങിന്റെ ഈ ചലഞ്ചിനെ ആപ്പിൾ നേരിട്ടത് ഐഫോണിന്റെ ഡിസൈൻ ആൻഡ് യൂസർ ഇന്റർഫേസ് കോപ്പി ചെയ്താണ് ഗാലക്സി സീരീസ് ഇറക്കിയതെന്ന പാറ്റന്റ് ലോസ്യൂട്ട് സാംസങ്ങിനെതിരെ ഫയൽ ചെയ്തുകൊണ്ടാണ് ആപ്പിൾ യുഎസിലെ ലോസ്യൂട്ട് ജയിക്കുകയും സാംസങ്ങിന് $1 ബില്യൺ പിഴ കൊടുക്കേണ്ടി വരികയും ചെയ്യുന്നു. എന്നാൽ സൗത്ത് കൊറിയയിലും ജപ്പാനിലും UK-യിലും കേസ് ജയിച്ചാണ് സാംസങ് ആ നഷ്ടക്കണക്ക് തീർത്തത്. പിന്നീട് ആപ്പിൾ 10 രാജ്യങ്ങളിൽ 20 ലോസ്യൂട്ടുകളിലേക്ക് ഈ വാറിനെ കൊണ്ടുപോകുന്നു. അതിനെ സാംസങ് കൗണ്ടർ ചെയ്യുന്നത് ഡിസൈനിൽ ഇംപ്രൂവ് ചെയ്ത് ഐഫോണുമായിട്ടുള്ള സിമിലാരിറ്റി കുറച്ചുകൊണ്ടാണ്. ആപ്പിൾ ടച്ച് ID, ഫേസ് ID, ആപ്പിൾ പേ കൊണ്ടുവന്നപ്പോൾ അതിനെ സാംസങ് നേരിട്ടത് ഗാലക്സി നോട്ട് സീരീസിൽ ഹൈ ക്വാളിറ്റി ഡിസ്പ്ലേയും സ്റ്റൈലസ് ടെക്നോളജിയും കൊണ്ടുവന്നുകൊണ്ടാണ്. കറന്റ് സാംസങ് ഫോൾഡബിൾ ടെക്നോളജിയിൽ ഫോക്കസ് ചെയ്ത് 246 ബില്യൺ റവന്യൂമായി നിൽക്കുമ്പോൾ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി ഫീച്ചേഴ്സിൽ നിലയുറപ്പിച്ച് $394 ബില്യൺ റവന്യൂമായി ആപ്പിൾ നിൽക്കുന്നു. ആപ്പിൾ വേഴ്സസ് സാംസങ് വാറും അതിന്റെ ഇൻസൈറ്റ്സ് അനലറ്റിക്സ് ഒക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന നല്ല പാഠങ്ങളാണ്.